ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഒരമ്മ തൻ്റെ 2 മക്കളെയുമായി യേശുവിൻ്റെ പക്കലേക്ക് വരികയാണ്. സെബദി പുത്രന്മാരുടെ അമ്മയാണ് വരുന്നത്. അവർ ഈശോയുടെ അടുത്ത് വന്നിട്ട് പറയുന്നു, നിൻ്റെ വലതുവശത്തും ഇടതുവശത്തും എൻ്റെ പുത്രന്മാരെ ഇരുത്തണമേ. ഈശോ പറഞ്ഞു, ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാൻ കഴിയുമോ? അവർ പറഞ്ഞു, കഴിയും. വീണ്ടും ഈശോ പറയുകയാണ്, എൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കേണ്ട വരം ഞാനല്ല നൽകേണ്ടത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. എന്നിട്ട് തുടർന്നും ഈശോ പറയുകയാണ്, വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ ഇടയിൽ യജമാനത്വം പുലർത്തുന്നെന്നും അവരെ ഭരിക്കുമെന്നും നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാൽ നമ്മൾ അല്ലെങ്കിൽ അവരുടെ രീതി അതാണ്. എന്നാൽ തിരുവചനം വീണ്ടും ഈശോ പറയുകയാണ്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനും, നിങ്ങളുടെ ശുശ്രൂഷകനും, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. വിജാതിയർ അവരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നത് പോലെയല്ല, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകം മോചനദ്രവ്യമായി സ്വജീവൻ നൽകുവാൻ വേണ്ടി വന്നിരിക്കുന്ന മനുഷ്യപുത്രനെ പോലെ തന്നെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ശുശ്രൂഷകളിലേക്ക് നാം ആഗ്രഹിച്ച് കടന്നു ചെല്ലുമ്പോൾ മനുഷ്യജീവിതത്തിൽ എക്കാലവും തലയുയർത്തി നിൽക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്നാമനാകാൻ ആഗ്രഹിക്കുക, വലിയവനാകാൻ ആഗ്രഹിക്കുക. നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെയാണ് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ക്ലാസ്സിൽ ഒന്നാമനാകണം. അപ്പോൾ ഈ ഒന്നാമനാകാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുന്നത്, നീ ദാസനായി തീരണം. വലിയവനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ശുശ്രൂഷകനായി മാറണം. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ നൽകുവാൻ വേണ്ടി വന്നിരിക്കുന്ന മനുഷ്യപുത്രനെ പോലെ തന്നെ എന്ന് പറയുമ്പോൾ ഈശോ മിശിഹായ്ക്കുണ്ടായ സ്വജീവൻ സമർപ്പിച്ച് പിതാവിൻ്റെ മകളെ, ആടുകളെ നേടിയെടുത്ത മിശിഹായെ പോലെ നമ്മളെ തന്നെ മറന്ന് ദൈവഹിതം അനുസരിച്ച് മുന്നേറുവാനും അവസാനം വരെ കർത്താവിന് മുമ്പിൽ സത്യസന്ധതയോടെയും നീതിനിഷ്ഠയോടെയും വിശുദ്ധിയോടെയും നിലനിൽക്കാനുള്ള കൃപാരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.